തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യത്തിലേക്ക് നാടും നഗരവും നീങ്ങുമ്പോൾ കോഴിക്കോട് മിഠായി തെരുവിലാണ്. കോഴിക്കോടിന്റെ വാണിജ്യ സ്ഥിരാകേന്ദ്രമായ മിഠായി തെരുവിലാണ് നമ്മൾ ഉള്ളത്. നമുക്ക് ഇവിടുത്തെ ആളുകളോട് തന്നെ, വോട്ടർമാരോട് തന്നെ ചോദിക്കാം, അവർ ഏത് തരത്തിലാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, എന്താണ് അവരുടെ മനസ്സിലെ ചിന്ത എന്നത്. വോട്ടൊക്കെ ഊർജിതമായി വരികയാണ് അല്ലേ? എന്ത് തോന്നുന്നു വെച്ചാല് എല്ലാരും കടാകടയമായിട്ട് സമമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നിപ്പോ എന്താ വേറൊന്നും പറയാനില്ല. എല്ലാ തവണ വോട്ട് ചെയ്യും എന്തായാലും. എല്ലാ തവണ വോട്ട് ചെയ്യും. ഇവിടെ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഈ കോഴിക്കോട് എവിടാ സ്ഥലം? എവിടാ? കോഴിക്കോട് ഇവിടെ തന്നെ സിറ്റി തന്നെയാണ്. പക്ഷേ സിറ്റിയില് കടാകട ബലങ്ങളാണ് മത്സരിക്കുന്നത്. അത് BJP ഉണ്ട്, മറ്റേ ചോപ്പുണ്ട്, കോൺഗ്രസ് ഉണ്ട്. എല്ലാവരും പാടങ്ങനെ നിന്നിങ്ങനെ കളിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ആരെങ്കിലും ജയിക്കണമെന്ന് മനസ്സിലാഗ്രഹമുണ്ടോ? അതോ മനസ്സിൽ ആഗ്രഹം ഉണ്ടോയെന്ന് വെച്ചാൽ ആഗ്രഹമുണ്ട്. അത് ചോപ്പ് ജയിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കഴിഞ്ഞ കുറെ 10-45 വർഷത്തിലധികമായിട്ട് ചോപ്പ് തന്നെ ഇവിടെ ഭരിക്കുന്നത്. ഭരിക്കുന്നത് ചോപ്പ് തന്നെയാണ് ഭരിക്കുന്നത്. കോൺഗ്രസിന്റെ ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്മാമിൽ ഗ്രൂപ്പ് കളികളാണ് കംപ്ലീറ്റ് വരുന്നത്. പിന്നെ RSSന്റെ ഇതാണെന്ന് വെച്ചാൽ ഇപ്പം ജയിക്കാൻ ഒരു സാധ്യതയില്ല, കുറവാണ് ഇവിടെ. ഇത്തവണയും ചോപ്പ് തന്നെയാണ്. ചോപ്പ് തന്നെയാണ് ഭരിക്കുക. ചേട്ടാ എവിടാ സ്ഥലം? എവിടാ? കോഴിക്കോട്. എങ്ങനെയുണ്ട് ഇലക്ഷന്റെ ഒരു ആവേശമൊക്കെ? ഇലക്ഷൻ ആവേശം തീരെയില്ലല്ലോ. ഇല്ല, എന്താ? മുമ്പത്തെ കാലത്ത് ഉണ്ടായിരുന്ന ആവേശങ്ങളൊന്നും ഇപ്പം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പുറത്ത് കാണുന്നില്ല, നിങ്ങളും കാണുന്നതല്ലേ. ഇപ്പം ഒരു ആവേശവും ഇല്ല. ആൾക്കാർ സ്വമേധയാ വോട്ട് ചെയ്ത് പോകാന്നല്ലാതെ ഒരു ആരവുണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു ജാഥ വിളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. എല്ലാവർക്കും വലിയ ആവേശമായിരുന്നു. എൻ്റെ പാർട്ടി ജയിക്കണം, ഏത് പാർട്ടിയായാലും, ഇന്ന പാർട്ടി എന്നല്ല, ഏത് പാർട്ടിയായാലും എൻ്റെ പാർട്ടി ജയിക്കണം എന്നുള്ള നിലക്ക് വളരെ ആവേശപൂർവ്വം സംസാരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിൻ്റെ പിന്നാലെ നിൽക്കുകയും ചെയ്തിരുന്ന ആൾക്കാർ ഇപ്പം ഒരക്ഷരം മിണ്ടാത്ത രീതിയിൽ മൗനമായി പോയത് എന്തുകൊണ്ടാണെന്നുള്ളത് സമൂഹം ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈ രാഷ്ട്രീയം നോക്കിയാണോ ഈ ലോക്കൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാറ്? പഞ്ചായത്തിന്റെയും ഈ കോർപ്പറേഷനൊക്കെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം നോക്കിയാണോ? ഒരു 75% രാഷ്ട്രീയം തന്നെയാണ്. പിന്നെ ബന്ധങ്ങളുടെ പേരിൽ വോട്ട് മറിയുന്നതുണ്ട്, പക്ഷെ അത് വളരെ ദുർലഭമാണ്. തന്നെയാണ് മെയിൻ. ആരെങ്കിലും ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഏതെങ്കിലും മുന്നണികളിലൂടെ ഭരിക്കണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ഏത് മുന്നണി ഭരിച്ചാലും കോരന് കഞ്ഞി കുമ്പിൾ തന്നെ എന്ന് പറഞ്ഞ മാതിരിയാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ആവേശം മൂത്തിട്ട് നമ്മൾ പിന്നെ സിന്ദാബാദ് വിളിച്ച് പിന്നാലെ പോകാന്നല്ലാതെ ഈ പിന്നാലെ പോകുന്നവരെ, മുന്നിൽ നിൽക്കുന്നവർ യാതൊരു കാരണവശാലും പരിഗണിക്കുകയോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയില്ല. ഈ നഗരത്തിന്റെ ഒരു വളർച്ച അതിലെങ്ങനെയുണ്ട്? ഇവിടെ വലിയ വികസനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? നഗരത്തിൽ ഞാൻ 10-40 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളാണ്. ഇത് വീട് വെള്ളിമാട് കുന്നിലാണ്. ഇവിടെ യാതൊരു വികസനവും ഇല്ലാന്ന് തന്നെ പറയേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഒരു വികസനം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട പൊതുജനങ്ങൾക്കും ഷോപ്പിങ്ങിന് വരുന്ന ആളുകൾക്കും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഭരണാധികാരികളുടെ അല്ലെങ്കിൽ അവരെ ആവശ്യങ്ങൾ. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള നടപ്പാതകളോ അതിനുള്ള പിന്നെ സൗകര്യങ്ങളോ ചെയ്തു കൊടുക്കാതെ ഈ ഒരു കുടിസായ സ്ഥലത്ത് വെച്ചിട്ട് എല്ലാവർക്കും കച്ചവടം ചെയ്യാനുള്ള സംവിധാനം കൊടുക്കുക എന്നുള്ളത് തികച്ചും അപലപനീയമാണ്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്തായാലും നമുക്ക് അടുത്ത ആളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, വോട്ടിന്റെ ആവേശമൊക്കെ എങ്ങനെയായി? ഇലക്ഷനൊക്കെ വരാൻ പോവാ. വോട്ടിന്റെ ആവേശം ഞാൻ പറയാൻ തയ്യാറില്ല. അല്ല, ഞാനൊന്നും പറയാൻ തയ്യാറില്ല. അല്ല, അങ്ങനെ ചെയ്യാറുണ്ടോ? വോട്ട് ഇന്ത്യൻ പൗരനാണ്, അത് 100% ഗ്യാരണ്ടിയാണ്, അത് ചെയ്യും. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും എങ്ങനെ രാഷ്ട്രീയം നോക്കിയൊക്കെ തന്നെയാണ് വോട്ട് ചെയ്യുന്നത്? രാഷ്ട്രീയം ഇപ്പം കളിക്കണ കളി എന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പൊ എല്ലാ കളിയും കളിക്കുന്നത് ഇവിടെ മാക്സിമം വർഗീയമാണ് ഇവിടെ കളിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിച്ചിട്ട് അവരെ പിമ്പിപ്പിച്ചിട്ട് ഓരോ രംഗങ്ങൾ പറയുമ്പോൾ ഒരു രാഷ്ട്രീയക്കാർ ഇങ്ങനെ പറയും, ഒരു രാഷ്ട്രീയക്കാർ അങ്ങനെ പറയും. അപ്പം ഇത് ജനങ്ങളെ കായ്ക്കും ഇത് മനസ്സിലായിട്ടില്ല. ഇവരെ കളിയൊന്നും ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ജനങ്ങൾ വരുന്ന വോട്ട് ചെയ്യൂ, ജനങ്ങൾക്കും വേണ്ടി ഒരു സംഗതി പോലും ചെയ്തു കൊടുക്കലില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയാലും ഞാൻ അതിനെ അംഗീകരിക്കാൻ തയ്യാറാണ്. കാരണം ജനങ്ങൾ ഇവിടെ സാധാരണക്കാരനേക്ക് ഒരു സംഗതിയും കിട്ടണില്ല. 100% ഗ്യാരണ്ടിയാ. ആര് ജയിക്കും കോർപ്പറേഷനിൽ? ജയിക്കാൻ ഇവിടെ ഇപ്പം ഭൂരിപക്ഷം ഇവിടെ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ. ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വികസനത്തിന്റെ കാര്യത്തിന് ഞാൻ പറയാൻ തയ്യാറില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, ഞാൻ പറയാൻ തയ്യാറില്ല. അതേ സ്ഥാനത്ത് ഇവിടെ മാറി വന്നാൽ ചില നേരം അവരൊന്ന് ചെയ്തു കൊടുക്കും. അതിനും ഇവിടെ ജനങ്ങൾ തയ്യാറാവണമെന്നാണ് എന്റെ ലക്ഷ്യം.
മാറി വന്നാൽ നന്നാവുന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് തോന്നുന്നത്? എന്ത് പറയുന്നാൽ ഭരണം മാറി വന്നാൽ നന്നാവുന്നു കോർപ്പറേഷൻ? നന്നാവും എന്ന് വെച്ചാല് എന്റെ അഭിപ്രായത്തിൽ ഈ ബംഗാളികൾ വന്നപ്പോൾ ഇവിടെ ആർക്കും പണിയില്ലാതായി. ഇതൊരു ബംഗാളാക്കാനുള്ള ഒരു കളിയാണ് കളിക്കുന്നത്. BJPയും CPM എല്ലാം കൂടി അവരൊത്തൊരുമിച്ചിട്ട് കളിക്കുക. ബംഗാളിയാക്കിയിട്ട് മറ്റുള്ള മുസ്ലിങ്ങളൊക്കെ നാട് കടത്തുക എന്നുള്ളൊരു തന്ത്രമാണ് കളിക്കുന്നത്. ബംഗാളികൾ പറയും ബംഗാളിലേക്ക് ഒരു വിസ എന്തെങ്കിലും സംഘം ഇപ്പോൾ നമ്മൾ ദുബായിലേക്ക് ഞാൻ ദുബായിൽ 10-20 വർഷം വർക്ക് ചെയ്താ. എനിക്കിപ്പോൾ ഒന്നുമില്ല എന്നുവെച്ചാൽ വീട് വരെ ജപ്തി ചെയ്യില്ല. അതറിയാം ഞങ്ങൾ ഇവിടെ പണി കിട്ടാനില്ല. എനിക്കിപ്പോൾ 2-3 ദിവസം എൻ്റെ കൂട്ടത്തിലാണ് ഞാൻ പണിയെടുക്കുന്നത്. നാരങ്ങ ഓട്ടോറിക്ഷകൾ. അപ്പോൾ വോട്ട് നമ്മൾ ചെയ്യും. വോട്ട് പ്രശ്നമൊന്നുമില്ല. ചേട്ടാ എനിക്കൊന്നും മൂപ്പർ പറഞ്ഞാൽ റെഡി അതന്നെ. എനിക്കൊന്നും പറയാനില്ല. മൂപ്പർ പറയാനില്ല. അതൊന്നും പറയാനില്ല. എന്തായാലും പലതരത്തിലാണ് ആളുകൾ പ്രതികരിക്കുന്നത്. നമുക്ക് വേറെ ആൾ കൂടെ ഉണ്ട്. എവിടെ സ്ഥലം? എവിടാ? തിരുവനന്തപുരം. വോട്ടൊക്കെ ആയി വരുന്നു. എങ്ങനെയുണ്ട്? നാട്ടിലൊക്കെ പോയോ അതോ ഇവിടെ തന്നെയാണോ? ഇവിടെ എന്താ കിടക്കുന്നത്? നാട്ടിൽ പോകാൻ എങ്ങനെ? ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്ന ഇവിടാണോ അതോ? ഇവിടെയാണ്. എങ്ങനെയുണ്ട്? രാഷ്ട്രീയമൊക്കെ നോക്കിയാണോ വോട്ട് ചെയ്യുന്നത്? ഇല്ല, വ്യക്തികളെ നോക്കിയാ? എന്തായാലും തിരുവനന്തപുരംകാരനാണ് അദ്ദേഹം. കോഴിക്കോട്ട് ജോലി ചെയ്യുന്ന ആളാണ്. വ്യക്തികളെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് പറയുന്നു. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ഇലക്ഷന്റെ ആവേശമൊക്കെ എങ്ങനെയുണ്ട്? നാട്ടിലൊക്കെ നല്ല ആവശ്യം. എവിടെ സ്ഥലം? എവിടെ? എന്റെ ഇവിടെ എടുത്ത് പയമ്പ്ര എന്ന് പറയും. എങ്ങനെയാണ് ഈ രാഷ്ട്രീയം നോക്കി തന്നെയാണോ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത്? പഞ്ചായത്ത് ഇലക്ഷനിൽ രാഷ്ട്രീയം നോക്കും. അങ്ങനെയാണെങ്കിലും കുറച്ചൊക്കെ വ്യക്തികളെ പരിഗണിക്കും. നമുക്ക് വ്യക്തികളെ നോക്കിയിട്ട് നല്ല ആളുകളാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടി അല്ലെങ്കിലും അവർക്ക് വോട്ട് ചെയ്യും. ഈ കോഴിക്കോടിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? കോഴിക്കോടിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ LDFന് മുൻതൂക്കമുള്ള ഒരു കോർപ്പറേഷൻ ആയാലും കോഴിക്കോടിന്റെ ചുറ്റുമുള്ള പഞ്ചായത്തായാലും. പക്ഷേ ഇന്നിപ്പം സ്ഥിതിഗതികളാകെ മാറി ഐക്യജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്നിപ്പോൾ നിലവിലുള്ളത്. സാധ്യതയുണ്ട്. എന്തായാലും മിഠായി തെരുവിൽ നിന്നുള്ള ആളുകളാണ്. അവിടെ പല ഇടങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്. പല പല കാര്യങ്ങൾക്കായി എത്തിയ ആളുകളുണ്ട്. അവരിലേക്ക് തന്നെ നമുക്ക് പോകാം. ഇലക്ഷന്റെ ഒരു ആവേശമൊക്കെ ഇവിടം വരെയായി. നമ്മൾ ഇവിടെ തന്നെയല്ല ഞാൻ മലപ്പുറം. അവിടെ എങ്ങനെയുണ്ട്? അവിടെ കുഴപ്പമില്ല, തർക്കമില്ലാതെ നടക്കുന്നുണ്ട്. നല്ല ആവേശമാണ്. ഇവിടുത്തെ ആവേശം എങ്ങനെയുണ്ട്? അത്രയില്ലേ? ഇവിടുത്തെ സ്ഥിതിഗതി നമുക്കറിയില്ല. ആദ്യമായിട്ട് വരില്ലേ ഞങ്ങൾ. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ലല്ലോ. എന്റെ നാട്ടിലൊക്കെ വമ്പൻ പരിപാടികളാ. അത്രയും ആവേശം ഇവിടെ തോന്നുന്നില്ല. ഇതൊന്നും കാണാനില്ല. എന്തായാലും മലപ്പുറത്തെ ആവേശം പ്രചാരണത്തിൽ ഇവിടെ ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. സാർ എവിടെ സ്ഥലം? എവിടെ? കണ്ണൂര്. എങ്ങനെയുണ്ട് ഇലക്ഷന്റെ ആവേശമൊക്കെ അവിടെ? ഇലക്ഷൻ തന്നെ ഉഷാറായി നടക്കുന്നു. ഇവിടെ എങ്ങനെയുണ്ട്? അത് വെച്ച് നോക്കുമ്പോൾ അത്ര ആവേശം ഇല്ലേ? ഇല്ല, ഞാനിപ്പോ ഫസ്റ്റ് ഇന്ന് വന്നിട്ടേ ഉള്ളൂ. ഒരു മാസമായിട്ട് ഇന്ന് വന്നിട്ടേ ഉള്ളൂ. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ ശേഷം ഇങ്ങോട്ടേക്ക് വന്നു. ഇനി വോട്ട് കണ്ണൂര്. കണ്ണൂരാണോ വോട്ട്? വോട്ട് കണ്ണൂര്. LDFന്റെ സജീവ പ്രവർത്തകരാണ്. അപ്പം പറയണ്ടല്ലോ. സജീവ പ്രവർത്തകരാണ്. നാടെ തൂത്തുപോയി പാപ്പിഞ്ചിലെ ഗ്രാമപഞ്ചായത്ത്. എന്തായാലും ഇതാണ് മിഠായി തെരുവിൽ നിന്നുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ. സമ്മിശ്രമായ പ്രതികരണം തന്നെ ഉണ്ടാകുന്നു. രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യുന്നവരുണ്ട്, വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്നവരുണ്ട്, വികസനം ഇല്ല എന്ന് പറയുന്നവരുണ്ട്, വികസനം ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ എങ്ങനെ അവർ പ്രതികരിക്കുന്നു എന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം വ്യക്തമാവും.